തീറ്റ മത്സരം ടാസ്ക് അർജുൻ 4 തവണയൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എന്താണ് ഈ ഒരു ടാസ്ക്, എങ്ങനെയാണ് ഈ ടാസ്ക് കളിച്ചത്, ആരാണ് ഈ ടാസ്കിൽ വിജയിച്ചത്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. എന്തായാലും ഇന്നലത്തെ പ്രോമോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ എന്റെ പേര് അരുൺ എന്നാണ്. ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് ആ ഒരു ടാസ്കിൽ നടന്നതെന്നുള്ള മുഴുവൻ ഔട്ട്ലുക്ക് ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എന്തായാലും ഒരു കിടിലൻ 8ന്റെ പണി തന്നെയാണ് ബിഗ് ബോസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം മുന്നിൽ വെച്ച്, അപ്പം ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരളവിൽ കൂടുതൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അത് നമുക്കൊക്കെ ആണെങ്കിലും അങ്ങനെയാണ്. ഇത് അങ്ങനെയാണ്. അളവിൽ കൂടുതൽ ഭക്ഷണം ഇങ്ങനെ വെച്ചിട്ട് കഴിക്കുന്നവർ അത് ഫുൾ തീർത്തിട്ടേ അടുത്ത ആൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. സോ ടാസ്ക് ഒന്ന് ബ്രീഫ് ചെയ്യാം. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കുപ്പികൾ കൊടുത്തിട്ടുണ്ടാവും. 3 ആൾക്കാർ, 3 ആൾക്കാരല്ല, ആ ടീമിലുള്ള ഒരു വരിയായിട്ട് നിന്നിട്ട് ഓരോരുത്തരും വന്ന് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യണം. അങ്ങനെ ആരാണോ ഫ്ലിപ്പ് ചെയ്യുന്നത് അയാൾ പോയിട്ട് ആ ഒരു ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കഴിച്ച് തീർക്കണം. അതായത് ആ ഒരു ഫുഡ് കഴിക്കുന്നവർ എന്താണോ എടുത്തത്, ഇപ്പം പപ്സ് ആണ് എടുത്തിരുന്നെങ്കിൽ പപ്സ്, 2 പപ്സ്, 2 സമൂസ, അത് ഫുൾ കംപ്ലീറ്റ്ലി തീർക്കണം. ഗുലാബ് ജാം ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഗുലാബ് ജാം തീർക്കണം. അതിന്റെ കൂടെ ആ ഒരു പഞ്ചസാര സിറപ്പ് വരെ തീർക്കണം. അതായത് എന്താണോ തന്നിട്ടുള്ളത് അത് ഫുൾ കംപ്ലീറ്റ്ലി തീർക്കണം എന്നുള്ള രീതിയിലാണ് ആ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ടാസ്കിലേക്ക് വരുമ്പോൾ ഈ ഒരു 4 ടീമുകൾ ടണല്, നെസ്റ്റ്, പവർ, ഡെൻ, ഈ ഒരു ഓർഡർ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല ഉശിരൻ ടാസ്ക് ആയിരുന്നു. ബിഗ് ബോസ് കിടിലനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം റൊട്ടിയും ചിക്കനും പപ്സും, ഓഫ് എന്റെ പൊന്നേ, ഭക്ഷണം കാണുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ തോന്നും. പക്ഷെ അതിൻ്റെ ഒരു ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. സോ ഫസ്റ്റ് ഫ്ലിപ്പ് ചെയ്തിട്ടത് അർജുനായിരുന്നു. അർജുൻ നല്ല മനോഹരമായിട്ടൊരു ഫ്ലിപ്പ് ഇട്ട് വന്ന് ഒരു ബർഗർ അങ്ങെടുത്ത് കഴിച്ച്. ഓക്കെ, അപ്പം നമ്മൾ തുടക്കാണല്ലോ. പിന്നെ ഗബ്രി ഇട്ടുണ്ടായിരുന്നു, ഗബ്രിയും ഫുഡ് കഴിച്ചു. അതിനുശേഷം ജാസ്മിൻ ഇട്ടുണ്ടായിരുന്നു. അർജുൻ്റെ ടീമിൽ നോക്കുകയാണെങ്കിൽ അർജുൻ ആദ്യത്തെ ഫ്ലിപ്പിലിട്ടു, ജിൻഡോ ആദ്യത്തെ ഫ്ലിപ്പിലിട്ടു. അപ്പൊ 2 പേര് വന്നു. സോ അപ്പൊ തന്നെ ആ ഒരു ടാസ്കിൽ അവർക്ക് അഡ്വാൻറ്റേജ് വന്നു. ആ ഒരു മൊമെന്റിൽ തന്നെ ടാസ്കിൽ അവർക്ക് അഡ്വാൻറ്റേജ് വന്നു. നല്ല രീതിയിലുള്ള ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്തു. പിന്നെ അർജുൻ വന്നിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഇവർ ഓരോരുത്തർ കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്താക്ക് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രീധുവിന്റെ ടീമിലാണെങ്കിൽ ശ്രീധുവും അതുപോലെ തന്നെ അപ്സരയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്സര 2 പ്രാവശ്യം ഇട്ടുണ്ടായിരുന്നു, ശ്രീധു 1 പ്രാവശ്യം. ശ്രീധു ഗുലാബ് ജാമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ പിന്നെ മുടിയന്റെ ടീം, നമ്മളെ ജാൻമണിയുടെ ടീമിൽ ജാൻമണി കഴിച്ചിട്ടുണ്ടായിരുന്നു, മുടിയനും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുടിയൻ 3ാമത്തെ തവണ കഴിക്കാൻ വന്നപ്പോഴാണ് മീൻസ് ഭയങ്കര വൊമിറ്റിങ്ങിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അർജുൻ 4 തവണയാണ് ഈ ടാസ്കിൽ ഭക്ഷണം കഴിച്ചത്. എങ്ങനെയാണ് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നത് നമ്മളെല്ലാവരും ചിന്തിച്ചു. ബിക്കോസ് ഒരു ഓവർ ഫുഡ് എനിക്കിപ്പോ ലൈവിൽ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വന്ന പോലെ ഒരു ടെൻഡൻസി കാര്യങ്ങളൊക്കെ ഉണ്ടായി. സോ അതേപോലെയായിരുന്നു അവിടുത്തെ എല്ലാവരുടെ അവസ്ഥ. അതായത് അർജുൻ ഇങ്ങനെ കുത്തി കയറ്റി കഴിഞ്ഞാൽ മീൻസ് നമ്മൾ ഫ്രീ ആക്കുന്ന ഏമ്പക്കൊക്കെ ഇടില്ലേ, ആ ഒരു ഏമ്പക്കം കൂടി വിടുമ്പോൾ ബാക്കിയുള്ളവർക്ക് മീൻസ് ഛർദ്ദിക്കാൻ വരലും അങ്ങനെ ഒരുപാട് ഇത്. സോ എന്തായാലും കിഡിലനായിട്ട് ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു. വരിയായിട്ട് ആ ഒരു ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുന്ന സംഭവം. റസ്മിൻ എന്തായാലും പവർ ടീമിൽ നിന്ന് ബോട്ടിൽ ഫ്ലിപ്പ് ഇടാൻ സാധിച്ചില്ല. പിന്നെ ഗബ്രിയുടെ ആണെങ്കിലും ആ ഒരു ലാസ്റ്റത്തെ തവണത്തെ ആ ഒരു ഫുഡ് കംപ്ലീറ്റ് ചെയ്യാൻ ഗബ്രിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കഴിക്കാൻ പറ്റാണ്ട്, മീൻസ് നമുക്കറിയാലോ ഓവർ ഫുഡ് വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. സോ ഇവർ നല്ല പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യാൻ. പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ എല്ലാവരുടെയും കൈ വിട്ടുപോയി. സോ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയ സമയത്ത് 4 പ്രാവശ്യമാണ് പവർ ടീം ഈ ഒരു ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്തത്. അതിനനുസരിച്ച് ഫുഡും അർജുൻ കഴിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ ക്ലിപ്സിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അർജുനും ശ്രീധു ഒരേ സമയത്ത് അപ്പുറം ഇപ്പുറം നിന്ന് ഫുഡ് കഴിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ നമ്മുടെ ആ ഒരു ഭക്ഷണം കഴിക്കൽ ടാസ്കിൽ ഉണ്ടായിരുന്നു. സോ ഭയങ്കര ഒരു ഹെവി ടാസ്ക് എന്ന് പറഞ്ഞാൽ ഹെവി ചലഞ്ച് ടാസ്ക് തന്നെയായിരുന്നു ബിഗ് ബോസ് ഈ ഒരു ടാസ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ പോയിന്റ് ഇപ്പോഴുള്ള പവർ ടീമിന് വലിയ ഉപകാരമൊന്നുമില്ല ആ ഒരു പവർ ടീം കൊണ്ടുപോകാൻ. ബിക്കോസ് അവർ ഒരു പ്രോപ്പറായിട്ടൊരു ടീം വർക്കിൽ ആ ഒരു ഗെയിം കളിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സോ എന്തായാലും അർജുൻ ഈ ഒരു ടാസ്ക്, ഫുഡ് കഴിക്കുന്ന ടാസ്ക് ആയതുകൊണ്ടെന്ന് എനിക്കറിയില്ല, അർജുൻ നല്ല രീതിയിൽ ഈ ഒരു ഫുഡ് കഴിക്കുന്ന ടാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ അവരുടെ ടീം തന്നെയാണ് വിൻ ചെയ്തിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു നെസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. നെസ്റ്റോ അല്ലെങ്കിൽ ജാസ്മിന്റെ ആ ഒരു ടീമോ. സോ എന്തായാലും ആ ഒരു ടീമായിരിക്കും വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് ഇന്നത്തെ ടാസ്കിൽ സംഭവിച്ചത്. നിങ്ങൾക്ക് ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ. ഇനി എപ്പിസോഡ് വരുമ്പോൾ ഈ ഒരു സംഭവം മുഴുവനായിട്ട് ക്ലിയർ ആവും. സോ ഇതാണ് ഔട്ട്ലുക്കും കാര്യങ്ങളും, ഇത്രയാണ് സംഭവിച്ചത്. ആ എപ്പിസോഡിൽ വളരെ കട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെയല്ലേ കാണിക്കുന്നത്. അതാണ് ഇത്രയും എക്സ്പ്ലനേഷൻ ചെയ്ത് ഞാൻ ഈ ഒരു സംഭവം കാണിച്ചത്. ടണൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു, ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യാനൊക്കെ പ്രാക്ടീസ് ചെയ്തു. പക്ഷെ ഭക്ഷണം കഴിക്കുന്നില്ല. അതായത് ഗബ്രി 3ാമത് കഴിക്കുന്നതിലൊക്കെ ടൈം കുറച്ച് കൺസ്യൂം ആയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതർവൈസ് അവർ നല്ല രീതിയിൽ ടാസ്ക് ചെയ്തു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ടാസ്ക് ചെയ്തു കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. സോ ആ ഒരു സംഭവം തന്നെ. സോ എന്തായാലും അതോടുകൂടി ടാസ്ക് കഴിഞ്ഞ് അവർ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സോ അടിപൊളി ഒരു ടാസ്ക്. നിങ്ങൾക്ക് ഇതേപോലെ ടാസ്ക് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ തരുന്നതാണ്. അപ്പം ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകളും ലൈക്കുകളാണ് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പം ലൈക്കും കമന്റും ഒക്കെ അടിക്കാൻ മാക്സിമം ശ്രമിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.